ബ്രേക്ക്ഫാസ്റ്റിന് പലതരത്തിലുള്ള ദോശകൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും അല്ലേ? അപ്പം ഞാനും ഇന്ന് ഒരു വ്യത്യസ്തമായ ദോശയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. കപ്പ ദോശ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം, പുളിപ്പിക്കുകയൊന്നും ചെയ്യാതെ ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ദോശയാണിത്. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിക്കളയാം. ഒരു മീഡിയം സൈസ് കപ്പ കഴുകി വൃത്തിയാക്കിയിട്ട് കൊത്തി നുറുക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അത് 250 ml കപ്പിന് 1 കപ്പ് പച്ചരി, 1 കപ്പ് തേങ്ങ, 1 കപ്പ് 150 ml നാട്ടോ. പിന്നെ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ഞാനൊരു 10-12 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. കറിവേപ്പില, വെളുത്തുള്ളി ഒരു 5-6 എണ്ണം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. പച്ചമുളക് ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്, നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു നുള്ള്, അപ്പക്കാരം ഒരു നുള്ള്, ബേക്കിംഗ് സോഡ ഒരു നുള്ള് എടുത്തിട്ടുള്ളൂ, കാരണം ഞാനത് പുളിപ്പിക്കുന്നില്ല. നമ്മൾ ഈസ്റ്റ് ചേർക്കാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ അപ്പക്കാരം യൂസ് ചെയ്യുന്നത് കുറച്ച്. പിന്നെ ആവശ്യത്തിന് ഉപ്പും എണ്ണയും. ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ പച്ചരി അരച്ചെടുക്കാം. അത് ഞാൻ മിക്സിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒപ്പത്തിന് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് അരച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ കപ്പയും കൂടെ ചേർത്ത് അരച്ചെടുക്കുന്നത്. നമ്മുടെ അരി ഏതാണ്ട് 3/4 അരവായപ്പോഴത്തേക്ക് ഞാൻ എടുത്തിരുന്നു. അതിലേക്ക് ഇപ്പം ഞാൻ കപ്പയും കൂടെ ചേർത്തിട്ട് അതിൻ്റെ ഒപ്പം തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് ഞാൻ അരി അരച്ചെടുത്തോണ്ട് വരാം. നമ്മുടെ അരിയൊക്കെ നന്നായി അരിഞ്ഞു വന്നിട്ടുണ്ട്, കപ്പയും അരിഞ്ഞു. ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിനാവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അതുപോലെ നമ്മൾ എടുത്തു വെച്ചിരുന്ന അപ്പക്കാരും കൂടെ. ഇനി ഇതെല്ലാം നന്നായി നമുക്ക് അരച്ചിട്ട് എടുത്തുകൊണ്ട് വരാം. ഞാനിവിടെ എല്ലാം കൂടെ ചേർത്ത് നന്നായി അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേണമെങ്കിൽ ഒരു 10-15 മിനിറ്റോളം പുളിപ്പിക്കാൻ വെക്കാം. നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ അത് വെക്കണം നിർബന്ധമൊന്നുമില്ല. സമയമുള്ളവർ കുറച്ച് നേരം ഒന്ന് വെക്കുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് നമുക്ക് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിൻ്റെ അകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളിയും മറ്റു സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. ആദ്യമായിട്ട് ഉള്ളി ഇട്ട് കൊടുത്തു. നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാളയാണെങ്കിൽ ഉപയോഗിക്കാവുന്ന കേട്ടോ. അപ്പോൾ ഒരു വലിയ സവാള ഒരെണ്ണം ചെറുതായിട്ട് അരിഞ്ഞാൽ മതി. ഇനി ഇതൊന്ന് ജസ്റ്റ് വാടി വരുമ്പോഴത്തേക്കാണ് നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കുന്നത്. എല്ലാം ഒന്നിച്ച് തന്നെ ഇടാവുന്ന കേട്ടോ. വെളുത്തുള്ളി, ഇഞ്ചി. ഈ വെളുത്തുള്ളി ഇഞ്ചി നിങ്ങൾക്ക് കടിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് അത് ചതച്ചൊന്നിടാവുന്നതാണ്. കറിവേപ്പില, പച്ചമുളക്, അതുപോലെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ. നമുക്ക് മാവിനുള്ള ഉപ്പാണ് മറ്റേലിട്ടിരുന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഉള്ളിക്കുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഉള്ളിയൊക്കെ ഏതാണ്ട് നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഉള്ളിയൊക്കെ കടിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ ഇത്രയും വഴറ്റേണ്ട ആവശ്യമില്ല. ഇല്ലെങ്കിൽ നന്നായിട്ട് വഴറ്റുക. എന്നിട്ടാണ് നമ്മളിത് നമ്മുടെ മാവിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ വഴറ്റി ഉള്ളി നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ചൂടാറിയ ശേഷം മാത്രം നമ്മുടെ മാവിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം ഞാനത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഉള്ളി ചേർക്കുന്ന കൂട്ടത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം. ക്യാരറ്റോ ബീൻസോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമുക്ക് ഓരോ തവി മാവായിട്ട് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കട്ടിയിൽ ചുട്ടെടുക്കാവുന്നതാണ്. ഇത് ഞാനൊന്ന് മറിച്ചുകൂടി ഇട്ടിരുന്നു. ഇനി നമുക്കത് എടുക്കാൻ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കപ്പ ദോശ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇത് പുളിപ്പിക്കൊന്നും ചെയ്യുന്നില്ലാത്തത് കാരണം തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒന്നാണ്. അതുപോലെ ഇതിന് കറി പോലും ആവശ്യമില്ല. നിങ്ങൾക്ക് കറിയൊന്നും ഉണ്ടാക്കാൻ പറ്റാത്ത സമയങ്ങളിൽ കപ്പ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റുമാണ്. അതുകൊണ്ട് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ നിർദ്ദേശങ്ങളെല്ലാം നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യാവുന്നതുമാണ്. അതുപോലെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യാൻ കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയും നല്ല പുതിയ ഡിഷുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ടേക്ക് കെയർ, ബൈ.